കർണാടകം സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കർണാടകത്തിൽ എങ്ങനെയാണ് സംരക്ഷണം കിട്ടിയത്? അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണമാണ്. AICC നേതാക്കൾക്കറിയില്ലേ ഇങ്ങനൊരു ശീലക്കാരനാണെന്ന്? എത്രമാത്രം ലൈംഗിക ക്രിമിനലാണ്. 1, 2, 3, 4 സ്ത്രീകളാണോ, പെൺകുട്ടികളാണോ? എത്രമാത്രം സ്ത്രീകളെയാണ് നശിപ്പിച്ചത്, കുടുംബത്തെയാണ് നശിപ്പിച്ചത്. സാധാരണ കോൺഗ്രസ് കുടുംബം മാത്രമല്ല, ഉന്നതരായ നേതാവിൻ്റെ മക്കളെപ്പോലും ശല്യപ്പെടുത്തിയില്ലേ? എന്തൊക്കെയാണ് നടന്നത്? ഇന്നലെ MA അവരുടെ സാംസ്കാരിക സമിതിയുടെ ജനറൽ സെക്രട്ടറി അവർ വെളിപ്പെടുത്തിയ കാര്യം നോക്ക്. ഇത് എന്തൊരു പാർട്ടിയാണ്? എത്രമാത്രം അധപ്പതിച്ചു പോയി. ഇങ്ങനെ കോൺഗ്രസ് അധപ്പതിക്കാൻ പാടുണ്ടോ? നടപടി സ്വീകരിച്ച് യഥാസമയം കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത് വ്യാപിച്ച് വളർന്നു വരുമായിരുന്നോ? ഇതിൻ്റെ കൂടെ കുറേ ആളും കൂടിയില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത പുറത്തു വന്നു. ഒരു പെൺകുട്ടിയെ ഗർഭം ധരിക്കാൻ പ്രേരിപ്പിക്കുക, ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ പോയിട്ട് മരുന്ന് കൊണ്ടുവരിക. ആ മരുന്ന് ഡോക്ടർമാർ പറയുക ഒരു തരത്തിലും കൊടുക്കാൻ പാടില്ല, മരിച്ചു പോകുന്നതാണ്, ജീവൻ തന്നെ അപകടപ്പെടുന്നതാണ്. ഇത് വാങ്ങാനൊരു നേതാവ് പോവുക. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരല്ല, ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇത് വാങ്ങാൻ പോകുന്നു, കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ പെൺകുട്ടികളെയും കൂട്ടി പോകുന്നത് വേറെ നേതാവ്. എന്തായാലും നമ്മുടെ നാട്ടിലൊരു പേര് പറയാറുണ്ട്, ഞാൻ പറയുന്നില്ല, ടീച്ചറുടെ ഉള്ളതുകൊണ്ട്. ഇതല്ല ഇവിടെ നടന്നത്. ഇതാണോ ഒരു പാർട്ടി? ഇതാണോ ഒരു പാർട്ടി ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള നിലപാടുകളാണ് കോൺഗ്രസ് തുടർന്നത്. ഏറ്റവും വൃത്തികെട്ട ലൈംഗിക അതിക്രമം അതാണ് ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിനെ പലരും സംരക്ഷിക്കുന്നു. എവിടെ എത്തി കോൺഗ്രസ് പാർട്ടി എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കട്ടെ. ഒരു കാര്യം, ഈ ചെന്നിത്തലയുടെ ഒരു പ്രസ്താവന കണ്ടിരുന്നു, 24 മണിക്കൂറിനകം താൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പോൾ രാഹുലിനെ പിടിച്ചേനെ എന്നൊക്കെയുള്ള രീതിയിൽ. മുന്നേ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും മറുപടി ഉണ്ടോ? അല്ല, അദ്ദേഹം ഇങ്ങനെ സ്വന്തം ഒരു സംതൃപ്തിക്ക് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പുവരുത്തലാണ്. അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ഒരു കുറ്റവാളിയെയും രക്ഷപ്പെടാൻ ഈ ഗവൺമെൻറ് അനുവദിക്കില്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നയം. അതുകൊണ്ട് ആരെ പിടിക്കും പോവും എന്നുള്ളതൊന്നുമല്ല. കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടണം. അതിനുള്ള എല്ലാ വസ്തുതകളും ജനങ്ങളുടെ മുമ്പിൽ, കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരണം. അത് കൃത്യമായി കേരള പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ഉമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ബന്ധമുണ്ട് എന്ന് CPM ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയും ആ കാര്യം പറഞ്ഞു. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇപ്പം സതീശനടക്കമുള്ള അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ CPM-ന് ജമാഅത്തുമായിട്ട് വളരെ നേരത്തെ ബന്ധമുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊക്കെ മറുപടി പറയാൻ ഈ തെരഞ്ഞെടുപ്പ് അതെല്ലാം കാലഹരണപ്പെട്ട വാദഗതികളാണ്. ഇപ്പം പറയുന്നില്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞില്ലേ, കാലഹരണപ്പെട്ടതാണ് അതെല്ലാം. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും വലിയ പ്രസക്തിയില്ല ആ വർത്തമാനത്തിന്. ഇപ്പോഴെന്ത് ചെയ്യുന്നു? നമ്മളത് നോക്കൂ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യം ന്യായീകരിക്കാൻ പണ്ട് പറഞ്ഞ കുറേ കാര്യം ഇപ്പോൾ ആവർത്തിച്ചത് കൊണ്ട് സത്യമാകുമോ? ഇപ്പോഴെന്താ നിലപാട്? ആ നിലപാടിനെക്കുറിച്ചല്ലേ പറയുന്നത്? അതല്ലേ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതിന് പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന നില സ്വീകരിച്ച് പോകാൻ പറ്റുമോ? അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ആരൊക്കെ അടിയന്തരാവസ്ഥ എതിർക്കുന്നോ അവരെല്ലാമായി ഇടതുപക്ഷം സഹകരിച്ചിട്ടുണ്ട്. അതന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അതാണ്. അതുകൊണ്ട് അത് എല്ലാ കാലത്തും അതാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് മുഖ്യ ശത്രു RSS സംഘപരിവാർ നയിക്കുന്ന ഗവൺമെൻറ് BJP-യാണ്. ഇന്നത്തെ രാഷ്ട്രീയം അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. ഈ മുസ്ലിം ലീഗിന് ജമാഅത്തുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ട് അപ്പോഴും? അതൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, ഉള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ പരസ്യമായി പലതും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അത് ഓരോ പ്രദേശത്തിൻ്റെയും കാര്യങ്ങളെടുത്ത് നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പല സ്ഥലങ്ങളിലും വെൽഫെയർ പാർട്ടി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ CPM-ഉമായിട്ട് ചേർന്ന് വോട്ടിന് നിൽക്കുന്നുണ്ട്. അതായത് ഒരുമിച്ച് പിന്നെ വോട്ട് തേടുക എന്ന രൂപത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് കേരളത്തിൽ. അതൊന്നും പറയാൻ കഴിയില്ല. വെൽഫെയർ പാർട്ടി തന്നെ അംഗീകരിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടി മറ്റെവിടെയാണ്? വെൽഫെയർ പാർട്ടി LDF നമ്മൾ എവിടെയാണ്? വെറുതെ പറയുന്നതിനോടൊന്നും മറുപടി പറയാൻ സാധിക്കുമോ? അതൊക്കെ തള്ളിക്കളിയെന്ന് മാത്രമേ ഉള്ളൂ.